വയനാട് നിന്ന് കൊച്ചിയിലേക്കിട്ട ദുരിതപാലം കൂടിയാണ് ഈ ആദിവാസി കൂട്ടത്തിന് മുത്തങ്ങ സമരം. സ്വന്തം മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രതികളായി മാറിയ ഇവർ എല്ലാ മാസവും കേസ് നടത്താൻ കൊച്ചിയിലെത്തുന്നത് പട്ടിണി കിടന്ന്, ജോലി നഷ്ടപ്പെടുത്തി, യാത്രാക്കൂലിക്കായി ഊരുകളിൽ പിരിവെടുക്കുന്നു. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കിടന്നുറങ്ങി കോടതിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നു. 80-കാരനായ കരിയൻ ഉൾപ്പെടെ എല്ലാവർക്കും മടുത്തു. ഈ പ്രാവശ്യം തീർത്ത് തന്നില്ല, പിന്നെ ഞാൻ വരുകയില്ല. പിന്നെ എനിക്ക് നടക്കാനും പാടില്ല, പിന്നെ ഒരു 10 പൈസ ഇല്ല, അങ്ങനെയാണ് ഉള്ളത്. 65-കാരി പോളിയടക്കം 70ഓളം പേരാണ് 2 കേസുകൾക്കായി എല്ലാ മാസവും കൊച്ചിയിലെ 2 കോടതികളിൽ എത്തേണ്ടത്. കുറേ ഇങ്ങനെ അങ്ങോട്ടും ഞങ്ങൾ നടത്തും. റൂമൊന്നുമില്ല, അവിടുന്ന് ട്രെയിനിൽ വരും, ഈ സമയമാകുമ്പോൾ ഇവിടെ വരും, എന്നിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ചിലർക്ക് മാസത്തിൽ 2 തവണ ഹാജരാകണം. ഫോറസ്റ്റ് ഓഫീസർമാരെ ബന്ദിയാക്കിയ കേസിൽ CJM കോടതിയിൽ നടക്കുന്ന കേസിൽ 53 പേരാണ് പ്രതികൾ. വെടിവെപ്പിനിടെ പോലീസുകാരൻ മരിച്ച കേസിൽ 73 പേർ CBI കോടതിയിൽ ഹാജരാകണം. 10 വർഷത്തിനിടെ 100-ലധികം തവണ ഇവർക്ക് ഹാജരാകേണ്ടി വന്നു. 22 പേർ ഇക്കാലയളവിൽ മരണമടഞ്ഞു. വിചാരണ എങ്ങുമെത്താത്ത നിലയിൽ മുത്തങ്ങ സമരത്തിന് ജീവിതം തന്നെയാണ് സമർപ്പിക്കേണ്ടി വന്നത് എന്ന് തിരിച്ചറിയുകയാണ് ഈ ആദിവാസികൾ. ക്യാമറാമാൻ സിജോയ്ക്കൊപ്പം അനിൽ കാരാമൽ, മീഡിയ 1.